ബേക്കറി കട ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ ബേക്കറി ആണല്ലോ, ഇത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവുന്നത്? സംഭവിച്ച അവിടുന്ന് എന്തോ ഷോർട്ട് ആയതാണ് സംഭവം. അവിടെ എന്തോ പണി നടക്കുന്നതിനുണ്ട്. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് തീ വരുന്ന കണ്ടു നമ്മള്. അതിലൊന്നാരും ആളി പിടിക്കുന്നത്. നിങ്ങളുടെ ബേക്കറിയിലേക്കും തീ എത്തിയില്ല, പുറത്തെ ഉള്ളിലേക്ക് എത്തിയില്ല, പുറത്തെ മാത്രമേ ഇവിടുത്തെ ഫ്രീസറും കാര്യങ്ങളൊക്കെ എത്തിപ്പോയിട്ട് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. 2 ഫ്രീസറുണ്ട്. പിന്നെ അവിടെ PSC ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ലീവ് ആയതുകൊണ്ട് കുറച്ച് കുട്ടികളുള്ളത്, ഒരു 10-15 കുട്ടികളുള്ളത്. ഓരോ താഴെ ഇറക്കിയാണ്. ഇപ്പൊ ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഈ കടയുടെ ബേക്കറി ഉടമയാണ് നമ്മോട് സംസാരിച്ചത്. നേരത്തെ ഈ പെയിന്റ് കടയുടെ ഉടമ നമ്മോട് സംസാരിച്ചിരുന്നു. എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന ഘട്ടത്തിൽ പറയാൻ ആർക്കും കഴിയില്ല. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് കാണുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മുകളിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതോടെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ചില ആളുകൾ വളരെ ഒറ്റപ്പെട്ട 2-3 പേർ മാത്രമാണ് ഇപ്പോൾ മുകളിലേക്ക് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കയറിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തീ പടർന്ന് അരമണിക്കൂർ പിന്നിടുമ്പോഴും തീ പറഞ്ഞു വെച്ചത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ശ്രമകരമാണോ ദൗത്യം? കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഷട്ടർ റൂമിൽ നിന്ന് ഇപ്പോഴും തീ പടരുന്നുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ തീ അണച്ചു എന്ന് കരുതിയിരുന്നതാണ്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീ അണച്ചു എന്ന് കരുതിയിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും തീ പടരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ രണ്ടാമത്തെ ഷട്ടർ റൂമിലും ഇപ്പോൾ തീ പടരുന്നതാണ് കാണുന്നത്. തീ ആളിപ്പടരുന്നത്, വീണ്ടും തീ ശക്തി പ്രാപിക്കുന്നതായി നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് 3/4 മണിക്കൂറോടടുക്കുന്നു തീ പടർന്നിട്ട്. അതിനിടയിൽ ഇത്ര സമയമായിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് നേരത്തെ തീ അണച്ചു പോയി എന്ന് കരുതിയിരുന്ന പ്രദേശത്ത് ഇപ്പോൾ വീണ്ടും തീ പടരുന്നു. അത് ശക്തിയാർജിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ തീ അണക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. വെള്ളിമാടുകുന്ന് എന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഉണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലും ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ തീ അണക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ നാട്ടുകാരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു പെയിന്റ് കടയ്ക്ക് തീ പടരുമ്പോൾ അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുക എന്നത് വളരെ പെട്ടെന്ന് സാധ്യമാവുന്ന കാര്യമല്ല. പെയിന്റ് കട വളരെ വേഗത്തിൽ തന്നെ മധ്യ മേഖലകളിലേക്ക് എത്തി പടരുന്നതിന് കാരണമായി. ഇപ്പോൾ എന്തായാലും ഈ പെയിന്റ് കട എന്ന് പറയുന്നത് ഈ 2 കളർ മാർക്ക് എന്ന് പറയുന്ന ഈ 2 ഷട്ടർ മുറികളിലെയും ഫർണിച്ചറുകളും അതുപോലെ തന്നെ പെയിന്റും അതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നാശങ്ങളുടെ വ്യാപ്തി എത്രത്തോളം എന്ന് വ്യക്തമാവുന്നുണ്ട്. ലക്ഷങ്ങളുടെ നാശം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കടയുടമ പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ കൃത്യമായി എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നോ അല്ലെങ്കിൽ എന്താണ് തീപിടുത്തത്തിന് കാരണമായത് എന്നോ എപ്പോൾ തീ അണക്കാനാകുമെന്നോ ഈ ഘട്ടത്തിൽ പറയാനാവാത്ത സാഹചര്യമുണ്ട്. കാരണം തീ അതിവേഗം പടർന്നു പിടിക്കുകയുണ്ടായിരുന്നു. നേരത്തെ പുറത്ത് നിന്നുകൊണ്ട് വെള്ളം ചീറ്റിച്ച് തീ അണക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബേക്കറിയിലേക്ക് കയറാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോൾ സീലിംഗ് അടർന്ന് അവർക്ക് മുകളിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല നിലക്കും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വളരെ വേഗത്തിൽ ഉള്ളിലേക്ക് കയറി പോവുക എന്നതും അത്ര എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മോട് തന്നെയും അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം മുകളിൽ ഈ സീലിംഗ് അടർന്ന് താഴെ വീഴുക എന്ന് സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി വേണം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ തീ മുകൾ ഭാഗത്തേക്ക് കൂടി പടർന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിലേക്കും കയറിപ്പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ തീ അണച്ചു എന്ന് കരുതി മറ്റൊരു മേഖലയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തീ അണച്ച സ്ഥലത്തു നിന്ന് തന്നെ വീണ്ടും തീ ഉയരുന്ന കാഴ്ച